ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയ സന്തോഷം എത്രയ സന്തോഷം എത്രയ സന്തോഷം മധ്യാകാശത്തിൽ എത്രയ സന്തോഷം എത്രയ സന്തോഷം എത്രയ സന്തോഷം മധ്യാകാശത്തിൽ. സുഭാഷിതം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. Behold, he is coming with the clouds, and every eye will see him, even they who pierced him. And all the tribes of the earth will mourn because of him. Even so, Amen. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് വായിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പാണ് ഇതാ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ ഒരു പ്രധാന വിഷയത്തിലേക്ക് ആകർഷിക്കുന്നു. ആ വിഷയം ഇതാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം നൽകിയിട്ടാണ് കർത്താവ് കടന്നുപോയത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു പ്രധാന വാഗ്ദത്തം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മത്തായി 25:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതിന്റെ 6-ാം വാക്യത്തിൽ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. 13-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത്: ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായി 24:42 44 കർത്താവ് ഏത് ദിവസം വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിക്കുവാനും ഒരുങ്ങിയിരിപ്പാനും നമ്മോട് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന സഭയെ ചേർത്തുകൊള്ളുവാൻ കർത്താവ് വരും എന്നുള്ളത് സ്പഷ്ടം. ഈ വരവിനെ കുറിച്ച് പൗലോസ് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വരവിനെയാണ് ഉൾപ്രാവണം അഥവാ റാപ്ചർ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15:51-52 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്: ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഉൾപ്രാവണത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് കാൽവരിയിൽ തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത തന്റെ സഭയെ ചേർത്തുകൊള്ളുന്നതിനു വേണ്ടിയാകുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്നെയും കൂടെ രക്ഷിക്കാനാണെന്ന് വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളും ഈ സഭയുടെ ഭാഗമായി തീരും. അങ്ങനെ നാം വിശുദ്ധ ജീവിതം നയിക്കുന്നു എങ്കിൽ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാമും എടുക്കപ്പെടും. നാം വായിച്ച കുറിവാക്യം ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ കർത്താവിന്റെ വരവിനെ കുറിച്ചാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം കർത്താവ് പോയതുപോലെ തന്നെ വീണ്ടും ഭൂമിയിലേക്ക് വരും എന്നാകുന്നു. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പ്രവാചകനായ സഖരിയാവ് 14 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. യൂദായുടെ ലേഖനം 14 വാക്യത്തിൽ ഹാനോക്കിന്റെ ഒരു പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കർത്താവ് തന്റെ വിശുദ്ധന്മാരോടൊപ്പം വരുമെന്ന് പൗലോസും 1 തെസ്സലോനിക്കർ 3:13 എഴുതിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. 2 തെസ്സലോനിക്കർ 2:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും ഇത് വ്യക്തമായി കാണുവാൻ കഴിയും. ഈ പ്രത്യക്ഷത മനുഷ്യജാതിന്മേലുള്ള ദൈവിക ന്യായവിധി നടത്തുന്നതിനു വേണ്ടിയാകുന്നു. അത് ലോകം മുഴുവനും ദർശിക്കുന്നതുമാകുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. കർത്താവിനെ കുത്തിത്തുളച്ചവർ തന്റെ സ്വന്തം ജാതിയായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും എന്നും എഴുതിയിരിക്കുന്നു. സഖരിയാവ് 12:10 എഴുതിയിരിക്കുന്നത്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. യെരുശലേമിനെ ആസ്ഥാനമാക്കി യേശു ഈ ഭൂമിയെ ഭരിക്കും. കർത്താവിന്റെ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട വിശുദ്ധ സഭയും കർത്താവിനോടൊപ്പം ഭരിക്കുവാൻ കാണും. 2 തിമോഥെയോസ് 2:11 വാക്യത്തിൽ പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ആകയാൽ പ്രിയമുള്ളവരെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആകയാൽ യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ മധ്യാകാശ വരവിൽ ഞങ്ങളെയും ചേർത്തുകൊള്ളുവാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.